നമുക്ക് പരിപ്പ് തോരൻ വെക്കാനായിട്ട് തുടങ്ങാം. അതിനുവേണ്ടി നമ്മളൊരു പാൻ വെച്ചിട്ടുണ്ട്. വളരെ സിമ്പിളായിട്ട് തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഒരു തോരനാണ്. അപ്പോൾ നമുക്കിത് വളരെ പെട്ടെന്ന് റെഡിയാക്കാം. ഞാനിവിടെ ഒരു മസൂർ ദാലാണ്, ഒരു 250 ഗ്രാം മസൂർ ദാൽ ഞാൻ എടുത്തിട്ടുണ്ട്. അത് ചുമന്ന കളറിലുള്ള പരിപ്പ്. ഈ ഒരു പരിപ്പിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇത് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് വെന്ത് കിട്ടും. ഒരു 5 മിനിറ്റൊക്കെ തന്നെ ഉണ്ടെങ്കിൽ തന്നെ നന്നായിട്ട് ഇത് വെന്ത് കിട്ടും. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി, അതായത് ഒരു 1/2 ടീസ്പൂൺ അളവിലുള്ള മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. പിന്നെ അതുപോലെ തന്നെ ഒരു 1/2 ടീസ്പൂൺ അളവിലുള്ള മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുക. ഈ ചേർത്ത് കൊടുത്തതിന് ശേഷം എരിവ് കുറച്ച് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ 1 ടീസ്പൂൺ 1.5 ടീസ്പൂൺ വരെയൊക്കെ നിങ്ങൾക്ക് ചേർക്കാം. നമ്മളിതിലേക്ക് പച്ചമുളകും ചേർക്കുന്നുണ്ട്, അതുകൊണ്ടാണ് ഞാനിപ്പോൾ 1 ടീസ്പൂൺ ചേർത്തത്. പിന്നെ അതിലേക്ക് ആവശ്യത്തിന് വെള്ളം, ഒരുപാട് വെള്ളം ചേർക്കരുത്, ജസ്റ്റ് ആ പരിപ്പൊന്ന് മൂടി നിൽക്കാനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഇത് അടച്ച് വെച്ചിട്ട് മീഡിയം ഫ്ലെയിമിൽ കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ആ കുക്ക് ചെയ്തെടുക്കുന്ന സമയത്ത് നമുക്കിതിലേക്കുള്ള അരപ്പും റെഡിയാക്കാം. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ അരപ്പ് റെഡിയാക്കി വരുന്ന സമയത്ത് നമ്മുടെ ഇത് ശരിയാവും. അപ്പോൾ അത് വേവിക്കുമ്പോൾ ഒരു കാര്യം പറയാൻ വിട്ടുപോയി, കുറച്ച് സൺഫ്ലവർ ഓയിൽ, റിഫൈൻഡ് ഓയിൽ ചേർക്കുക. വെളിച്ചെണ്ണ ചേർക്കുന്നതിന് കഴിഞ്ഞ് ബെറ്റർ ഈ ഒരു തോരൻ കറിക്ക് എനിക്ക് റിഫൈൻഡ് ഓയിലാണ് ബെറ്റർ ആയിട്ട് തോന്നുന്നത്. കാരണം വെളിച്ചെണ്ണ ഒഴിക്കുമ്പോൾ നമ്മുടെ മസാല തോരൻ അത്ര ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള ആ ഒരു ടേസ്റ്റ് വരില്ല. രണ്ടിലും നമ്മൾ ചെയ്ത് നോക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ സമയത്ത് നമുക്ക് ഇതിലേക്കുള്ള ഒരു അരപ്പ് റെഡിയാക്കി എടുക്കാനായിട്ട് നമ്മൾ ഇതിലേക്ക് തേങ്ങ, അപ്പോൾ ഞാനിതിനകത്തേക്ക് ഒരു 2 പിടി തേങ്ങയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് തേങ്ങയുടെ അളവ് നിങ്ങൾക്ക് തീരുമാനിക്കാം എത്രത്തോളം വേണമെന്നുള്ളത്. അപ്പം അതിനുശേഷം ഈ തേങ്ങ ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ഇതിൻ്റെ എരിവിന് ആവശ്യത്തിനുള്ള മുളകാണ് ചേർക്കേണ്ടത്. ഞാനിവിടെ നല്ല എരിവുള്ള ഒരു 5 മുളക് എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 3 കഷ്ണം വെളുത്തുള്ളി. അപ്പം വെളുത്തുള്ളി ഒരു 3 കഷ്ണം, തീരെ ചെറുതാണ് ഒരു 3-4 കഷ്ണം വരെ എടുക്കാം. പിന്നെ ഞാൻ ചേർത്ത് കൊടുക്കുന്നത് 1 ടീസ്പൂൺ അളവിലുള്ള ചെറിയ ജീരകം, അതായത് കുമിൻ സീഡ്സ്. പിന്നെ അതുപോലെ ഞാൻ ചേർത്ത് കൊടുക്കുന്നത് കസ്തൂരി മേത്തിയാണ്. അപ്പോൾ കസ്തൂരി മേത്തി ഞാനിവിടെ ഒരു 1.5 ടീസ്പൂൺ ചേർക്കുന്നുണ്ട്. ഈ കസ്തൂരി മേത്തി എന്ന് പറഞ്ഞാൽ ഉണക്കിയ ഉലുവയുടെ പൊടിയാണ്, എല്ലാ സൂപ്പർ മാർക്കറ്റുകളും വാങ്ങിക്കാനായിട്ട് കിട്ടും. ഇനി അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതില്ല എന്നുണ്ടെങ്കിൽ കുറച്ച് മല്ലിയില ചേർത്ത് ഒതുക്കിയെടുത്താലും മതി. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തതിന് ശേഷം ജസ്റ്റ് മിക്സിയുടെ ജാറിലിട്ടൊന്ന് തോരൻ അരയ്ക്കുന്ന പോലെ ഒന്ന് ഒതുക്കിയെടുത്താൽ മതിയാവും. അപ്പോൾ ഇപ്പോൾ ഒരു 3-4 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ പരിപ്പ് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. നമ്മുടെ സാമ്പാറിനൊക്കെ വെക്കുന്നത് മാതിരിക്ക് കുഴഞ്ഞു പോകാൻ പാടില്ല. അപ്പോൾ ഒരു 80-85% വേവാൻ പാടുള്ളൂ. അപ്പം പിന്നെ ബാക്കി നമ്മുടെ അരപ്പും കൂടി ഇട്ട് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് വെന്ത് കിട്ടും. അല്ലെങ്കിൽ ഈ പരിപ്പിൻ്റെ തോരൻ ഉണ്ടാക്കിയെടുക്കും പരിപ്പ് തോരൻ കുഴഞ്ഞ് കട്ടയായി പോകും. അപ്പോൾ ഈ സമയം വെന്ത് വന്നിട്ടുണ്ട്. ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ബാക്കിയുള്ള വെള്ളം വറ്റിച്ച് കളയാം. ബാക്കിയുള്ള വെള്ളം വറ്റിച്ച് കളഞ്ഞതിന് ശേഷം നമുക്ക് അതിനകത്തേക്ക് കുറച്ചും കൂടെ ഓയിൽ ഒഴിച്ച് കൊടുക്കുക. കുറച്ചും കൂടെ ഓയിൽ ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഞാനിവിടെ ഒരു 2 ടേബിൾ സ്പൂൺ അടുത്ത് ഓയിൽ ഒഴിച്ചിട്ടുണ്ടാകും. മൊത്തം ഏകദേശം ഒരു 3 ടേബിൾ സ്പൂൺ ഓയിൽ ഇതിന് മൊത്തമായിട്ട് നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ടാവും. ഞാൻ സൺഫ്ലവർ ഓയിലാണ് ചേർത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതിലേക്ക് നമുക്ക് ജസ്റ്റ് ഒതുക്കി വെച്ചിരുന്ന നമ്മുടെ മസാല അതിലേക്ക് ചേർത്ത് കൊടുത്തതിന് ശേഷം ആ പരിപ്പെടുത്ത് അതൊന്ന് മൂടി വെച്ചിട്ട് വീണ്ടും അടച്ച് വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ ഒരു 2 തൊട്ട് 3 മിനിറ്റ് വരെ ഒന്ന് ആവി കയറ്റിയെടുക്കുക. അപ്പോഴത്തേക്ക് നമ്മുടെ തേങ്ങയുടെ പച്ചമണമൊക്കെ മാറിക്കിട്ടും. അപ്പം ഇത് പച്ചമണം മാറിക്കഴിഞ്ഞിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് വെള്ളം തോർത്തെടുത്താൽ മാത്രം മതിയാവും. ചപ്പാത്തിക്ക് നല്ല അട്ടാറ് കോമ്പിനേഷനാണിത്. അപ്പോൾ ഇപ്പോൾ നമ്മുടെ നന്നായിട്ട് എൻ്റെ പച്ചമണമൊക്കെ മാറി വന്നിട്ട് ഇതെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇത് അടച്ച് വെക്കരുത്, കാരണം അടച്ച് വെച്ച് കഴിഞ്ഞിട്ട് കുഴഞ്ഞു പോകും. അപ്പോൾ നമ്മളിത് ശരിക്കും ഇങ്ങനെ നിരത്തിയിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് തോർത്തിയെടുത്താൽ മതി. അപ്പോൾ നിങ്ങൾക്ക് കുഴഞ്ഞു പോകുമെന്ന് നിങ്ങൾക്ക് പേടിയുള്ളവർക്ക് പരിപ്പ് ഫുൾ ആദ്യമേ വേവിക്കാതിരുന്നാൽ മതി. ഒരു 70% ഒക്കെ വേവിച്ചതിന് ശേഷം അരപ്പിട്ട് കൊടുത്തതിന് ശേഷം നമ്മളിങ്ങനെ മാറ്റി വെച്ച് വേവിച്ചാൽ മതി. ഈ സമയത്ത് നമ്മൾ കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു, ഉപ്പ് കുറവിനുള്ളതുകൊണ്ട്. അപ്പോൾ ഇത്രയും തമ്മിൽ മതി. മല്ലിയില ഉണ്ട്, മല്ലിയില ചേർത്ത് കൊടുക്കുക. എൻ്റെ മല്ലിയില ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ഫോട്ടോ ഒക്കെ എടുക്കുന്നതുകൊണ്ട് ഞാൻ കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്ര സിമ്പിളായ ടേസ്റ്റി ആയിട്ടുള്ള ഒരു പരിപ്പ് തോരനാണ്. ഇതെല്ലാവരും റെഡിയാക്കി നോക്കണം. വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം. കട്ട സപ്പോർട്ടായിട്ട് എല്ലാവരും കൂടെ ഉണ്ടാവണം കേട്ടോ. താങ്ക്